ഓഫ് ചെയ്യാൻ പോവാണ്. ചെന്നൈ ടു ഡൽഹി, ഡൽഹി ടു മണാലി. യെസ്. അങ്ങനെ ഞങ്ങളുടെ മണാലിയിലേക്കുള്ള യാത്ര തുടങ്ങി. ചെന്നൈ ടു ഡൽഹി ആൻഡ് ഡൽഹി ടു മണാലി. അപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ എത്തിയപ്പോൾ തന്നെ നല്ല ചൂടായിരുന്നു. അവിടെ ഒരു മണിയോടുകൂടിയാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ കാറിലിരുന്ന് ഉള്ളിലിരുന്ന് കാണാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ ശരിക്കും നന്നായിട്ട് മനസ്സിലായി, നല്ല വെയിലുണ്ടെന്ന്, നല്ല ചൂടുണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾ നേരെ ചെയ്തത് ആദ്യം എയർപോർട്ടിൽ നിന്ന് കുത്തബ് മീനാറിലേക്ക് പോയി. അവിടെ കുത്തബ് മീനാറിൽ പോയി അവിടെ ചെന്ന് അത് കണ്ടു കഴിഞ്ഞിട്ടാണ് മണാലി പോയി. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് മണാലിക്കുള്ള ബസ് വൈകുന്നേരമായിരുന്നു. സോ ആ ടൈം യൂസ് ചെയ്യാൻ വെച്ച് കുത്തബ് മീനാർ പോയി. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ എൻട്രൻസിലേക്ക് പോയി. അവിടെ കുറച്ച് പ്രശ്നമായിരുന്നു. കാരണം വെച്ചാൽ ഗോപ്രോൻ്റെ സ്റ്റിക്ക് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒപ്പം, അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ എന്ന് വെച്ചാൽ സ്റ്റിക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ചത് കൊണ്ടുവച്ച് വീണ്ടും ക്ലോക്ക് റൂമിൽ കൊണ്ടുവച്ച് തിരിച്ചു വന്നു. അകത്തേക്ക് കയറി. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. എന്താ പറയുക, ഫുൾ ഗാർഡനും എല്ലാം ആയിട്ട് കുത്തബ് മീനാർ കാണാൻ ഒരു വേർഡ്സില്ല പറയാനായിട്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ പണികളും ഇതൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഒരാൾ വന്നു ഫോട്ടോ എടുക്കുക, പ്രൊഫഷണൽ ഫോട്ടോ എടുത്ത് തരാം, 1 ഫോട്ടോയ്ക്ക് 50 റുപ്പീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ ചോദിച്ചു. ഞങ്ങൾ ട്രൈ ചെയ്തപ്പോൾ ഞങ്ങൾ എടുത്ത് വന്നായിട്ട് 96 ഫോട്ടോസ് എന്തോ ആയി. അപ്പോൾ അത്രയും ഫോട്ടോസ് എന്തായാലും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് സെലക്ട് ചെയ്തിട്ട് ഇത്രയും പൈസയ്ക്ക് തരാൻ പറ്റുമെന്ന് വെച്ചാൽ കുറച്ച് ബാർഗെയിനൊക്കെ ചെയ്തു നോക്കി. പക്ഷേ ആൾ ഫുള്ളായിട്ട് ചെയ്തില്ല. പക്ഷേ ഞങ്ങളൊരു ഫിക്സഡ് എമൗണ്ട് വിചാരിച്ച് ആ എമൗണ്ട് പേ ചെയ്യുള്ളൂ, അതിനുള്ള ഫോട്ടോസ് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിച്ചു, ആളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു. അപ്പോൾ അത്രയായിരുന്നു. പിന്നെ അവിടെയുള്ള ഗാർഡനും ഫുൾ എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കുറേ ഫോട്ടോസും എന്തെടുത്ത് പിന്നെ അതിൻ്റെ ബ്യൂട്ടി എങ്ങനെ ക്യാമറയിൽ പകർത്താം എന്നൊക്കെ നോക്കി. അങ്ങനെ കുത്തബ് മിനാർ ഫുള്ള് കണ്ട ശേഷം ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾക്ക് മണാലിയിലേക്ക് ബസ് കയറാനായിട്ട്. അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് എന്നാണ് പറഞ്ഞ് കാണിച്ചിരുന്നത്. പക്ഷേ ആ ടൈം ആയപ്പോഴേക്കും, ഈവനിങ് ആയപ്പോഴേക്കും ഡൽഹിയിൽ നല്ല ട്രാഫിക് ആയ കാരണം അത് 1 അവർ എന്നൊക്കെയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആകെ പെട്ടുപോയി എന്ന് മനസ്സിലായി. അവസാനം ഞങ്ങൾ ക്യാബ് വിളിച്ച് അവിടെ എത്തിയപ്പോഴേക്കും എന്തുണ്ടായി, 2 മിനിറ്റ് ബസ് ഞങ്ങൾക്ക് കിട്ടിയത്. അതും അവിടുത്തെ ബസ്സിൻ്റെ ട്രാവൽസിൻ്റെ കൗണ്ടർ ടെർമിനൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ശരിക്കും നമ്മുടെ എയർപോർട്ടിലെ പോലെ ലേഡീസിന് വേറെ ചെക്കിങ്, അല്ലെങ്കിൽ മെട്രോൻ്റെ ഒക്കെ പോലെ വേറെ ചെക്കിങ്, ബാഗ് കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് അതിന് സമയം പോയി. ശരിക്കും ബസ് മിസ്സാവും തന്നെ വിചാരിച്ച, കുറച്ച് ടെൻഷനായി. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് 2 മിനിറ്റ്സ് ലേറ്റ് ആയാലും ഞങ്ങൾ വേഗം ചെന്നു. ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായി, ഡിന്നറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 10 o'clock 11 o'clock പക്ഷേ അതും ദൈവാനുഗ്രഹം തന്നെ പറയാം. ഒരു 12:30 ആയപ്പോൾ ഞങ്ങൾക്ക് ബസ് ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് രാത്രി അവിടെ എല്ലാവരും ആ സമയത്ത് തന്നെ ഭക്ഷണം കഴിച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുത്തെ വൈബൊക്കെ ഒരു മണാലിയിലേക്ക് ഓൺ ദ വേ ആണ്. അപ്പോൾ ആ റൂട്ടും നമുക്ക് രാത്രി ചെയ്തുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല, പക്ഷേ നല്ല രസമായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും ചൂടൊക്കെ മാറി ഒന്ന് തണുപ്പിലേക്കൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ വീണ്ടും കയറി. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് മണാലിയിലെത്തുക. അങ്ങനെ day 1 over. താങ്ക് യു.